എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള സിലബസിലെ 9ാം ക്ലാസ്സിലെ ഹിന്ദി വിഷയത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ ജിസ് ഗലി മേ മൈ രഹ്താ ഹൂം എന്ന ഡയറിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡയറിയുടെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മിർസ ഗാലിബ് എഴുതിയ ജിസ് ഗലി മേ മൈ രഹ്താ ഹൂം എന്ന ഈ ഡയറിയുടെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആ 1ാമത്തെ പാർട്ട് പഠിച്ച ഭാഗം വാച്ച് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ സാധിക്കുകയും ചെയ്യും. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ പാഠം നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ശരി, നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചായിരുന്നു, മിർസ ഗാലിബ് താമസിക്കുന്ന തെരുവിൽ ബ്രിട്ടീഷുകാർ കാണിച്ച ക്രൂരതയെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുകയും എന്ന കവിയായത് കാരണം തങ്ങളെ വീടുകളിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ഡൽഹിയിലെ ഒരുപാട് ആളുകളെ തൂക്കിലേറ്റുകയും തടവിലാക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. മേരി പഹചാൻ കാ ഫിസ്തി താ ചിരാഗ് അലി. എനിക്കറിയാവുന്ന ഒരു ഫിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമന്ന് നടക്കുന്ന ആളിനെയാണ് ഫിസ്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ചിരാഗ് അലി. ബേഹദ് സീത ആദ്മി, അതായത് അത്യധികം സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു ഈ ചിരാഗ് അലി. रोज सुबह शाम नहर का पानी अपनी मशक में फरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. റോസ് ദിവസവും, സുബഹ് ഷാം രാവിലെയും വൈകുന്നേരവും, നഹർ കാ പാനി തോട്ടിലെ വെള്ളം, അപ്പനി മശക്ക് മശക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരുന്ന ഒരു തുകൽ സഞ്ചിയാണ് മശക്ക് എന്ന് പറയുന്നത്. അപ്പം ആ മശക്കിൽ ഫർത്ത നിറയ്ക്കുകയും അവർ അല്ലാഹുക്കെ ഗുണ ഗാത്താ ഹുവ ഈശ്വരൻ്റെ ഗുണങ്ങളെ പാടിക്കൊണ്ട്, എന്ന് വെച്ചാൽ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട്, സടക്കോംകോ സീഞ്ച കർത്ത റോഡ് നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയായിരുന്നു ആര് ചെയ്തുകൊണ്ടിരുന്നത്? ചിരാഗ് അലി. ഖാനെ കെ ലിയെ ജോ ഭി രൂക്കി സൂക്കി മിൽ ജാത്തി, കഴിക്കുവാനായിട്ട് എന്തെങ്കിലും മീൻസ് ഉണങ്ങിയ റൊട്ടിയോ അല്ലെ എന്തെങ്കിലും ലഭിച്ചാൽ, ഉസീക്കോ ഗലേക്ക് നീച്ചെ ഉദാർ, ഗലേക്ക് നീച്ച ഉദാഹരണം പറഞ്ഞാൽ കഴിക്കുക എന്ന് അർത്ഥം. അത് കഴിച്ചിട്ട് അപ്പനെയും മഗ്നി രക്ത, തൻ്റെ ജോലിയിൽ മഗ്നി രക്ത മുഴുകും. അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ, പേരിന് എന്തെങ്കിലും ഫുഡ് മതി, അത് കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മുഴുകുമായിരുന്നു. അങ്ങനെ സാധാരണക്കാരിൽ സാധാരണയായ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആരാ? ചിരാഗ് അലി. ഏക് റോസ്, ഒരു ദിവസം, ദില്ലിക്ക് ബഡേ ഹാക്കിം ഹഡ്സൺ സാഹബ് ജബ് സടക്ക് സെ അപ്പനെ ഘോഡെ പർ സവാർ ഹോക്കർ നികൽ രഹേ ഥേ. ഒരു ദിവസം ദില്ലിക്ക് ബഡേ ഹാക്കിം, ഡൽഹിയിലെ ഉയർന്ന ഓഫീസറായ ഹഡ്സൺ സാഹബ്, ജബ് എപ്പോഴാണോ, സടക്ക് സെ റോഡിലൂടെ, അപ്പനെ ഘോഡെ പർ തൻ്റെ കുതിരപ്പുറത്ത്, സവാർ ഹോക്കർ നികൽ രഹേ ഥേ സവാരി ചെയ്ത് വരികയായിരുന്നത്, ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാദ, ഈ സമയത്ത് ചിരാഗ് അലി റോഡ് നനയ്ക്കുകയായിരുന്നു, ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹീ കിയ, ഈ ചിരാഗ് അലി എന്ത് ചെയ്തില്ല? ഹഡ്സൺ സാഹബിനെ സലാം ചെയ്തില്ല, വിഷ് ചെയ്തില്ല. ഈശ്വർക്ക് ഗുണ ഗാത്ത രഹ, ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട്, ഹഡ്സൺ സാഹബ് കോ ഈശ്വർക്ക് ഗുണ ഗാത്ത രഹ, ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈശ്വരനെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആരെ ശ്രദ്ധിച്ചില്ല? ഹഡ്സൺ സാഹബിനെ ശ്രദ്ധിച്ചില്ല, അദ്ദേഹത്തെ വിഷ് ചെയ്തില്ല. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ, ഹഡ്സൺ സാഹബിന് ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഉനോമിനെ അദ്ദേഹം, അപ്പനി തൽവാർ സെ തൻ്റെ വാള് കൊണ്ട്, അഭാഗെ നിർഭാഗ്യവാനായ, ചിരാഗ് അലി കാ പേട്ട് ചിരാഗ് അലിയുടെ വയറ്, ചീഡാല കുത്തിക്കീറി. ഒരു ഉസ്കി ലാഷ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശവശരീരം, ലാഷ് എന്ന് പറഞ്ഞാൽ മൃതദേഹം, ശവശരീരം, ദില്ലി ദർവാസെ പർ ടാങ്കതി, ദില്ലി വാതിലിൽ കൊണ്ടുപോയി ടാങ്കതി തൂക്കി. അപ്പോൾ പാവപ്പെട്ട ആ ചിരാഗ് അലിയെ തന്നെ വിഷ് ചെയ്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ ശവശരീരം ഡൽഹിയിൽ കൊണ്ടുപോയി തൂക്കിയിടുകയും ചെയ്തു. ഇന്ത്യ ഗേറ്റിൽ അല്ലെങ്കിൽ ദില്ലി ദർവാസയിൽ കൊണ്ടുപോയി തൂക്കിയിട്ടു. ഇനി ഈ ഹഡ്സൺ സാഹബ് തന്നെയാണ്
ബാദ്ഷാ ബദൂഷാ സഫർ കെ ദോനോ ബേട്ടോം. നമുക്കറിയാം അവസാന മുഗൾ ഭരണാധികാരിയായിരുന്ന ബദൂഷാ സഫറിന്റെ രണ്ട് മക്കളെ, അവരുടെ പേരാണ് ഷാസാദ ഫസൽ അവർ മിർസ അബൂബക്കർ. ഇവർ രണ്ടുപേരെയും കൂൻകാർ കൊന്നിട്ട് ഉൻകി സിർ അവരുടെ തല ദില്ലി ദർവാസെ പർ ലട്കാ ദിയേ थे. അവരുടെ തല ഡൽഹി ദർവാസയിൽ എന്ത് ചെയ്തിരുന്നു? കൊണ്ട് തൂക്കിയിട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ബഹദൂർ ഷാ സഫറിന്റെ രണ്ട് മക്കളെയും കൊന്നതും ആര് തന്നെയായിരുന്നു? ഈ ഹഡ്സൺ സഹാബായിരുന്നു. ഹഡ്സൺ ഗോ ഹിന്ദുസ്ഥാനിയോം കാ ഖൂൻ കർണേമേ. ഹഡ്സന് ഹിന്ദുസ്ഥാനിയോം കാ ഇന്ത്യക്കാരുടെ ഖൂൻ കർണേമേയും കൊല്ലുന്നതിൽ ബഡാ മസ ആത്താതെ വളരെ ആനന്ദം കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരെ കൊല്ലുന്നത് ആരെ സംബന്ധിച്ച് വളരെ രസകരമായ ഒരു കാര്യമായിരുന്നു? ഈ ഹഡ്സൺ സഹാബിനെ സംബന്ധിച്ച് രസകരമായ ഒരു കാര്യമായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. മേരെ പഡോസുമേം എൻ്റെ അയലത്ത് ഏക്ക് ഗരീബ് ഔരത്ത് ഒരു ദരിദ്രയായ സ്ത്രീ മെഹറുന്നീസ രഹത്തി ഹൈം. ആരെ താമസിക്കുന്ന? മെഹറുന്നീസ താമസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അയലത്ത് താമസിക്കുന്ന സ്ത്രീയുടെ പേരാണ് മെഹറുന്നീസ. എൻ്റെ എന്ന് പറഞ്ഞാൽ ആരുടെയാ? മിർസ ഗാലിബിൻ്റെ അയലത്ത് താമസിക്കുന്ന സ്ത്രീയുടെ പേരാണ് മെഹറുന്നീസ. അദ്ദേഹം അവരൊരു ദരിദ്രയായ സ്ത്രീയാണ്. ഉസ്കെ പതിക്ക് മൗത്ത് 7 സാൽ ഹുയേ ഹേ. അവരുടെ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം നടന്നിട്ട് 7 സാൽ ഹുയേ ഹേ 7 വർഷം കഴിഞ്ഞു. അപ്പോൾ മെഹറുന്നീസയുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അക്കേലി ഔരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ്. ദൂസരോം കെ ഘർ മേ ചാടു ലഗാക്കർ മറ്റുള്ളവരുടെ വീട്ടിൽ തൂത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്തിട്ട് കിസി തരകസെ എങ്ങനെയൊക്കെയോ അപ്പനെ ഗുസർ ബസർ കർത്തീതി. ഗുസർ ബസർ കറന്ന് പറഞ്ഞാൽ നിത്യ ചെലവിന് വകയുണ്ടാക്കുക എന്നർത്ഥം. അപ്പോൾ എങ്ങനെയൊക്കെയോ തങ്ങളുടെ നിത്യ ചെലവ് കഴിച്ചു കൂട്ടിയിരുന്നു അല്ലെങ്കിൽ ജീവിച്ചു വന്നിരുന്നു. ലേക്കിൻ എന്നാൽ ജബ് ഘർ ഹി നഹീം രഹേ എപ്പോഴാണോ വീട് പോലും ഉണ്ടാകാതിരുന്നത് ബസ്തേക്ക് ബസ്തിയാം ജലാദി ഗീതോ കിടക്കകൾ പോലും വിരിപ്പുകൾ പോലും എല്ലാം എന്ത് ചെയ്ത് കത്തിച്ച് കളഞ്ഞത്. തോ മെഹറുന്നീസ കാം ന മിൽനേസെ മെഹറുന്നീസയ്ക്ക് ജോലി ലഭിക്കാതെ ഭൂക്കോ മണ്ണയിലകെ വിശന്ന് വലയാൻ തുടങ്ങി. അപ്പോൾ വീടുകളെല്ലാം ഈ ബ്രിട്ടീഷുകാർ വന്ന് കത്തിക്കുകയും തകർക്കുകയും ചെയ്തില്ലേ ദില്ലിവാസികളിലെ. പിന്നെ എവിടെ പോയാൽ ജോലി ചെയ്യുന്നത്? അപ്പോൾ ജോലി നഷ്ടപ്പെട്ട മെഹറുന്നീസ ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ടു. ആജ് ഉസ്കെ യഹാം ഇന്ന് അവരുടെ അവിടെ മൈംനെ ഞാൻ 10 റൊട്ടിയാൻ പਹੁഞ്ചായി 10 റൊട്ടി എത്തിച്ചു. ദൂസരി ജോ 10 റൊട്ടിയാം ബജി ബാക്കി വന്ന 10 റൊട്ടിയാം ബജി എന്ന് പറഞ്ഞാൽ ശേഷിച്ചിരുന്നു. ഉസ്സെ അതിൽ നിന്നും മേരെ ദോനോം ബേട്ടോം അവർ നൗക്കറോം കാ കാം ചല എൻ്റെ 2 മക്കളുടെയും ജോലിക്കാരുടെയും വിശപ്പകറ്റി. കാംചല ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ? അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി ഉപയോഗിച്ചു. മേരെ ഹിസ്സേമേം ടേട്ട് റൊട്ടി ആയി. എൻ്റെ ഭാഗത്ത് 1.5 റൊട്ടിയേ ഉണ്ടായുള്ളൂ എനിക്ക്. അതായത് എനിക്ക് കഴിക്കാനായിട്ട് എത്ര റൊട്ടി ബാക്കി വന്നു? 1.5. ടേട്ട് എന്ന് പറഞ്ഞാൽ 1.5. ഫിർഭി എന്നിട്ടും തസല്ലീഥി എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. എന്തു ആശ്വാസം എന്ന് ഇനി പറയും. അതാണ് ലെഫ്റ്റ് സൈഡിൽ വള്ളിയുള്ള കീ ഇട്ടിരിക്കുന്നത്. തസല്ലീഥി കീ മേരി റൊട്ടിയോം സേ എൻ്റെ ഞാൻ കൊടുത്ത ആഹാരം കൊണ്ട് ആ റൊട്ടി കൊണ്ട് മെഹറുന്നീസ അവർ ഉസ്കി 2 ബേട്ടിയോം മെഹറുന്നീസയ്ക്കും തൻ്റെ 2 മക്കൾക്കും പെൺമക്കൾക്കും ഭൂക് തോ ബുജി എന്ന് പറഞ്ഞാൽ അണയുക എന്നർത്ഥം. ഭൂക്ക് വിശപ്പ് അണയുക എന്ന് പറഞ്ഞാൽ വിശപ്പ് അകറ്റി എന്നർത്ഥം. അപ്പോൾ എനിക്ക് ആശ്വാസമുള്ളത് ഞാൻ കൊടുത്ത റൊട്ടി കൊണ്ട് മെഹറുന്നീസയ്ക്കും തൻ്റെ 2 പെൺമക്കൾക്കും വിശപ്പകറ്റാൻ സാധിച്ചുവല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്. മേരയ്ക്ക എനിക്കെന്താ? മേരി തോ ഭൂക്കാരഹിനിക്ക് ആദത് ഹി ഹോ ഗയി ഹേ. എനിക്കാണെങ്കിൽ ഭൂക്കാരഹിനിക്ക് വിശന്നിരിക്കുവാനുള്ള ആദത്ത് ശീലം ഹി ഹോ ഗയി ഹേ ആയിക്കഴിഞ്ഞിരുന്നു. അതായത് വിശന്നിരിക്കുവാനുള്ള ഒരു ശീലമായി കഴിഞ്ഞിരുന്നു എനിക്ക്. അതൊരിപ്പോൾ ഒരു വലിയ കാര്യമെന്നുള്ളൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് 1.5 റൊട്ടി കിട്ടിയാലും കുഴപ്പമില്ല. മെഹറുന്നീസയുടെ മക്കളുടെയൊക്കെ വിശപ്പകറ്റാൻ എനിക്ക് സാധിച്ചല്ലോ, ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത് എനിക്ക് ഒരുപാട് ആശ്വാസമായി. മേരാ പഡോസി ഹീരാ സിംഗ് ഏക്ക് നൗജവാൻ ഹെ. എൻ്റെ അയൽക്കാരനായ ഹീരാ സിംഗ് ഒരു യുവാവാണ്. അപ്പോൾ മുച്ചേ ഹിമ്മത് ബന്ധാത്ത ഹെ. അവൻ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹിമ്മത് ബന്ധാത്ത ധൈര്യം തരാറുണ്ട്. ധൈര്യം സംഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധൈര്യം തരാറുണ്ട്. ഇസ് ആദേ വീരാൻ എന്ന് പറഞ്ഞാൽ വിജനമായ ഉദ്ദേശിക്കുന്നത്. ആദേ വീരാൻ പകുതി വിജനമായതും ഒരു ആദേ ആബാദ് പകുതി ജനസംഖ്യയുമുള്ള ഈ ഷഹർമേം ഈ നഗരത്തില് ശിവജി റാം ഫീത്തോ ഹെ ശിവജി റാമുമുണ്ട്. ജോ മുജ്സേ കഹത്തെ ഹൈങ്കി അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? മുസീബത്ത് കെ ഏ ദിൻ ഈ ബുദ്ധിമുട്ടുകളുടെ ഈ ദിവസങ്ങൾ കഭീന കഭീത്തോ കത്മ ഹോങ്കെ ഒരിക്കൽ എന്ത് ചെയ്യും? കത്മ ഹോങ്കെ അവസാനിക്കും.
അപ്പോൾ എന്നോട് ശിവജിറാം എന്താ പറഞ്ഞേ, ഒരിക്കൽ നമ്മളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകും. ഉൻകാ ലഡ്ക ബാലമുകുന്ദ്, അദ്ദേഹത്തിൻ്റെ മകനായ ബാലമുകുന്ദ്, മുച്ചെ അപ്പനെ പിതാക്കി തരക് ചാഹത്താ ഹേ, എന്നെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് കരുതുന്നത്. ജബ് മൈം ബീമാർ പട, എപ്പോഴാണോ എനിക്ക് അസുഖം വന്നത്, ബാലമുകുന്ദ് അംഗ്രേസ് സിപാഹിയോം കി നസറോം സെ, ബാലമുകുന്ദ് ഇംഗ്ലീഷ് സൈനികരുടെ കണ്ണുകൾ വെട്ടിച്ച്, ബജാത്തെ നസറോം സെ ബജത്തെ ബജാത്തെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സൈനികരെ കാണാതെ, ഏക്ക് ഹക്കീംക്ക് ഒരു വൈദ്യനെ മേരെ പാസ് ലേ ആയ, എൻ്റെ അടുക്കിലേക്ക് എത്തിച്ചു. അപ്പോൾ ബാലമുകുന്ദ് ചെയ്തതെന്താ, ഇംഗ്ലീഷ് സൈനികരുടെ കണ്ണ് വെട്ടിച്ച് ഒരു വൈദ്യനെ എൻ്റെ അടുക്കൽ എത്തിച്ചു. ഹക്കീം ഗി ദവാസ്, ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന്. അപ്പം ഈ വൈദ്യൻ്റെ മരുന്ന് കൊണ്ട് മേരി ജാൻ ബജി, എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. മുച്ചേ ജിന്ദഗി, എൻ്റെ ജീവിതം ബാലമുകുന്ദ് കി മദദ് സേ ഹി വാപ്പസ് മിലി, ബാലമുകുന്ദിൻ്റെ സഹായം കൊണ്ട് വാപ്പസ് മിലി, തിരികെ ലഭിച്ചു. അപ്പോൾ ബാലമുകുന്ദ് എന്നെ സഹായിച്ചു, ഇംഗ്ലീഷുകാരുടെ കണ്ണ് വെട്ടിച്ച്, ഇംഗ്ലീഷ് സൈനികരുടെ കണ്ണ് വെട്ടിച്ച് വൈദ്യനെ എൻ്റെ അടുക്ക് എത്തിക്കുകയും എൻ്റെ അസുഖം മാറ്റിത്തരികയും ചെയ്തു. ദൂർ കെ ദോസ്തോമേ, ദൂരെയുള്ള കൂട്ടുകാരിൽ മീററ്റ് കെ ഹരിഗോപാൽ തുഫ്ത ഹെ, മീററ്റിലെ ഹരിഗോപാൽ തുഫ്തയുണ്ട്. വേ ഷായരി കർത്തേ ഹെ, അദ്ദേഹം എന്ത് ചെയ്യുന്ന, ഷായരി കർത്തേ ഹെ, കവിത എഴുതുന്ന വ്യക്തിയാണ്. ഉനോംനെ മുച്ചെ അപ്പനെ ഘർ മീററ്റ് സെ നക്ക റുപ്യ ഭേജാദ, ഉനോംനെ അദ്ദേഹം മുച്ചെ അപ്പനെ ഘർ മീററ്റ് സെ, എനിക്ക് അപ്പനെ ഘർ തങ്ങിൻ്റെ വീടായ മീററ്റ് സെ, മീററ്റിൽ നിന്നും നക്ക റുപ്യ ഭേജാദ, കുറച്ച് പൈസ അയച്ചു തന്നു. ഗേഹൂം കി കുച്ച് ബോരിയാം ഭി, ഗേഹൂം എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ഗോതമ്പിൻ്റെ കുറച്ച് ബോരിയാം ചാക്കുകൾ, ഗോതമ്പ് ചാക്കും, തുഫ്താക്കെ ആത്മി, ഈ തുഫ്തയുടെ ആത്മി മേരെ ഘർ രഖ് ഗേ ഹെ, എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. അപ്പം തുഫ്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമായിരിക്കാം, അല്ലെ ഷോർട്ട് നെയിം ആയിരിക്കാം. അപ്പോൾ ഹരിഗോപാൽ തുഫ്ത എന്ന് പറയുന്നത് നമ്മളുടെ മിർസ ഗാലിബിൻ്റെ കൂട്ടുകാരനാണ്, മീററ്റിലുള്ള വ്യക്തിയാണ്, കവിത എഴുതുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് കുറച്ച് പൈസയും കുറച്ച് ഗോതമ്പും, കുറേ ചാക്ക് ഗോതമ്പും എന്ത് ചെയ്തു, അയച്ചു കൊടുത്തു. ഉനോനെ കഹല ഫേജാ ഹേ കി, അദ്ദേഹം പറഞ്ഞയച്ചു. എന്താ പറഞ്ഞയച്ചേ, കി മൈ ഫിക്രിനെ കരും, ഞാൻ ചിന്തിക്കേണ്ട, ഞാൻ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ വിഷമിക്കേണ്ട. വേ മേരി മദത്, അദ്ദേഹം എന്നെ സഹായിക്കുന്നത് ഹർ കിസ്മസേ കർത്തെ രഹെങ്കി, ഏതൊരവസ്ഥയിലും എന്നെ അദ്ദേഹം സഹായിച്ചോളാം, കുഴപ്പമില്ല, പേടിക്കേണ്ട, എന്ത് സിറ്റുവേഷൻ വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ സഹായിച്ചോളാം, ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞയച്ചു ഈ ഹരിഗോപാൽ തുഫ്ത. ഏ ബാത്തേം ജിൻകാ ലിഖന ജറൂരി നഹി, എന്താ, ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ഈ ഡയറിയിൽ ഈ കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സിർഫ് കേവലം ഇസിലിയെ ലിഖിക്കി, ഇതുകൊണ്ട് മാത്രമാണ് എഴുതിയത്, ഏതുകൊണ്ട് മാത്രമെന്ന് ഇനി പറയും. ലെഫ്റ്റ് സൈഡ് വള്ളിയുള്ള കീ ഇട്ടിരിക്കുന്നുണ്ടോ, അപ്പോൾ ഇസിലിയെ ലിഖിക്കി, ഇതുകൊണ്ട് മാത്രമാണ് എഴുതിയത്. ഇൻ ലോകോം കി ദരിയാ ദിലി, ഈ ആളുകളുടെ കാരുണ്യവും, ഏതാളുകളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ബാലമുകുന്ദുണ്ട്, ഹരിഗോപാൽ തുഫ്തയുണ്ട്, ഇല്ലയോ, അതുപോലെ ശിവജിറാമുണ്ട്, ഇതുപോലുള്ള ആൾക്കാരുടെ കാരുണ്യം കൊണ്ടും, അവർ ഹംദർദി എന്ന് പറഞ്ഞാൽ സഹതാപം കൊണ്ടും ഒക്കെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്കാ ശുക്രിയ അദാ ഹോ ജായ, അതിൻ്റെ നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡയറിയിൽ അവരെക്കുറിച്ച് എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഈ കാര്യങ്ങളൊന്നും ഡയറിയിൽ എഴുതേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ എഴുതിയതിന് കാരണം ഈ ആളുകളുടെ കാരുണ്യത്താലും അവരുടെ സഹാനുഭൂതി അല്ലെ സഹതാപത്തിൻ്റെയൊക്കെ നന്ദി അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അവരെക്കുറിച്ച് എഴുതിയത്. രാത്തുക്കോ ചിരാഗ് നഹീം ജലത്തെ, രാത്രിയിൽ വിളക്കുകളൊന്നും തെളിഞ്ഞില്ല, കത്തിയില്ല. ദിൻമേ ചൂലെ നഹി സുൽഗത്തെ, ആ പകലൊന്നും എന്ത് ചെയ്യില്ല, ചൂലെ നഹി സുൽഗത്തെ, ചൂല എന്ന് പറഞ്ഞാൽ അടുപ്പൊന്നും കത്തിച്ചില്ല. ജബ് അനാജ് ഹി നഹി ഹെ തോ ചൂലെ കഹാം സെ ജലേ, എവിടെയാണോ ധാന്യം പോലും ഇല്ലാത്തത് അവിടെ അടുപ്പ് കത്തിച്ചിട്ട് എന്ത് ചെയ്യാനാ, എന്ന് വെച്ചാൽ അവർ പട്ടിണിയിലാണ്, ആഹാര സാധനങ്ങളൊന്നുമില്ല, വെക്കാൻ ധാന്യങ്ങളൊന്നുമില്ല. മക്കാനോങ്കെ മാലിക് മാർ ഡാലെ ഗേ ഹൈം, കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ, മക്കാൻ എന്ന് പറഞ്ഞാൽ കെട്ടിടം, മാലിക് ഉടമസ്ഥൻ, മാർ ഡാലെ ഗേ ഹൈം, കൊല്ലപ്പെട്ടുപോയി. വേ ഹോത്തേത്തോ, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഖരോമേ ഗല്ല പാനിയാത്ത, വീടുകളിൽ ഗല്ല ധാന്യവും പാനി വെള്ളമൊക്കെ വന്നേനെ, എന്നുവെച്ചാൽ അദ്ദേഹം എത്തിച്ചു കൊടുത്തേനെ. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഗാലിബ് ജിസ്കെ ഷഹർ മേ ഹസാരോ ദോസ്ത് ഹെ, ഗാലിബ്, അദ്ദേഹത്തിന് ഈ ഷഹർ മേ ഹസാരോ ദോസ്ത് ഹെ, ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ട്. ഇസ് തൻഹായി അവർ അകേലാപ്പൻമേം, തൻഹായ് എന്ന് പറഞ്ഞാൽ ഏകാന്തത, ഈ ഏകാന്തതയിലും അവർ അകേലേപ്പൻമേം, അകേലേപ്പൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലിലും സിർഫ് കേവലം അപ്പനി കലം കെ സഹാരേ ഹി ജിന്ദ ബജാ രഹ് ഗയാ ഹെ, തൻ്റെ കലം എന്ന് പറഞ്ഞാൽ എന്താ, പേനയുടെ ആശ്രയിച്ചാണ്, സഹാര ആശ്രയം,
പേനയെ ആശ്രയിച്ച് മാത്രമാണ് ജിന്ദ ബജാ രഹ് ഗയ ഹൈ, ജീവിതം ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോന്നെ. അപ്പോൾ ആയിരക്കണക്കിന് കൂട്ടുകാരുള്ള ആളായിരുന്നു മിർസ ഗാലിബ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ബ്രിട്ടീഷുകാരുടെ അതിക്രമത്തിൽ പലരും കൊല്ലപ്പെട്ടു പോയി. അതുകൊണ്ട് ആരുമായിട്ടും കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ ഏകാന്തതയിലും ഒറ്റപ്പെടലിലുമാണ് താമസിക്കുന്നത്. എന്നാൽ തൻ്റെ പേനയെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അദ്ദേഹം കവിത എഴുതുകയോ അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള ഡയറികൾ എഴുതുകയോ എഴുത്തിൽ മുഴുകിയാണ് അദ്ദേഹം ഇപ്പം എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് എന്നാണ് അർത്ഥം. ഉസ്കെ സാരേ ദോസ്ത് ഏക്ക് ഏക്ക് കർ മാർ ഡാലെ ഗയെ, അദ്ദേഹത്തിൻ്റെ ഓരോരോ കൂട്ടുകാരും എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു പോയി. മേരി ആത്മാമേം അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹേ, എൻ്റെ മനസ്സിലിപ്പോൾ കേവലം എന്ത് മാത്രമേ ഉള്ളൂ, ദുഃഖം മാത്രമേ ഉള്ളൂ. മൈ അപ്ന ബിസ്തർ അവർ കപ്പടെ ബേച്ച് ബേച്ച് കർ ജിന്ദഗി ഗുസർ രഹാ ഹൂം, ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളുമൊക്കെ വിറ്റ് വിറ്റാണ് ജീവിതം ഇപ്പോൾ കഴിച്ചു കൂട്ടുന്നത്. ദൂസരെ ലോഗ്, മറ്റുള്ള ആൾക്കാർ ജിസ് തരഹ് സേ റൊട്ടിയാൻ കാത്തേ ഹേ, എപ്രകാരമാണോ ആഹാരം കഴിക്കുന്നത്, മൈ കപ്പടെ കാരാഹൂം, ഞാൻ വസ്ത്രങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഡർത്താ ഹൂംഗി, ഭയക്കുന്നുണ്ട് ഞാൻ. ജബ് സബ് കപ്പടെ ഖാലൂങ്ക, എപ്പോഴാണോ എല്ലാ വസ്ത്രങ്ങളും കഴിച്ചു കഴിയുക, തോ നങ്കാഹി ഭൂക്ക മർ ജാവുങ്ക, ഞാൻ നഗ്നനായിട്ട് ഭൂക്ക മർ ജാവുങ്ക, വിശന്ന് മരിക്കേണ്ടി വരുമല്ലോ. ഇവിടെ വസ്ത്രങ്ങളൊക്കെ വിറ്റ് വിറ്റ് ആണ് കഴിയുന്നതെന്നാണ് പറയുന്നത്, അല്ലാതെ അത് കഴിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഒരു വസ്ത്രങ്ങളോ വിരിപ്പുകളോ ഒന്നും ഇല്ലാതെ അവസാനം വിശന്ന് ഉടുക്കാൻ പോലും ഉടുതുണിയില്ലാതെ മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ആര് പറയുന്നത്, മിർസ ഗാലിബ് പറയുന്നത്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരുടെ ആ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുകയും ദില്ലിയിലെ നിവാസികളോട് ബ്രിട്ടീഷുകാർ ചെയ്ത അതിക്രൂരമായ പ്രവൃത്തികളെക്കുറിച്ചും അവിടെ അന്നുണ്ടായിരുന്ന മിർസ ഗാലിബ് എഴുതിയ അനുഭവമാണ് ഈ ഡയറിയിലുള്ളത്. അപ്പോൾ ഈ ഡയറി നന്നായിട്ട് വായിക്കുക. രണ്ടാമത്തെയും പാർട്ട് 2 ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠം നന്നായിട്ട് വായിച്ച് ന്യൂ വേർഡ്സൊക്കെ എഴുതിയെടുക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ പുതിയ ക്ലാസ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.